തൈരുവട എൻ്റെ ഒരു ഫേവറേറ്റ് ഒന്നുമായിരുന്നില്ല ഈ ഒരു റെസിപ്പി പരീക്ഷിക്കുന്നത് വരെ. ഉഴുന്നുവട ഇഷ്ടമാണെങ്കിലും തൈരുവട അധികം ഉണ്ടാക്കാറില്ല. എന്നാൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയപ്പോൾ വളരെയധികം ഇഷ്ടമായി എന്ന് വേണം പറയാൻ. നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഞാനൊരു 2 കപ്പ് ഉഴുന്ന് 5 മണിക്കൂറായിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇതൊന്ന് നല്ലപോലെ അരച്ചെടുക്കാം. ആദ്യം ഉഴുന്നുവട ഉണ്ടാക്കിയിട്ട് വേണമല്ലോ തൈരുവടയാക്കാൻ. അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. ഉഴുന്നുവടയ്ക്ക് അരയ്ക്കുമ്പോൾ വെള്ളം തീരെ പാടില്ല. അത്യാവശ്യത്തിന് 1-2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ചേർത്ത് വേണം അരച്ചെടുക്കാൻ. വെള്ളം കൂടിപ്പോയാൽ ഉഴുന്നുവട ശരിയാവില്ല. ഉഴുന്നുവടയുടെ റെസിപ്പി ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അധികം ഡീറ്റെയിൽ ആക്കുന്നില്ല. മാവിത അരച്ച് വെച്ചിട്ടുണ്ട്. 1-2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർത്താണ് ഞാനിത് അരച്ചത്. ഉപ്പ് ചേർത്തിട്ടില്ല. ഇപ്പം ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് 1 സവാള പൊടിയായി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി അരിഞ്ഞത്, പിന്നെ ആവശ്യത്തിന് പച്ചമുളക്. പച്ചമുളക് ഇപ്പോൾ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഇനിയും ചേർക്കുന്നതാണ്. ഏതായാലും ഞാനൊരു 3 പച്ചമുളക് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമ്മുടെ മാവിലേക്ക് ഇട്ട് കൊടുക്കാം. ഉഴുന്നുവട നന്നാവാൻ എപ്പോഴും ചെയ്യേണ്ടത് ആ മാവ് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അത് നമുക്കൊരു മരത്തവി കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ ചെയ്താലും മതി. ഞാൻ വെളിച്ചെണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് നമുക്ക് വട വറുത്തെടുക്കാനായിട്ട്. നമ്മുടെ മാവ് കുറച്ചുകൂടി പൊങ്ങി വരാനായിട്ട് ഞാനൊരു ബീറ്റർ ഉപയോഗിക്കുകയാണ്. ഒരു എളുപ്പത്തിന് ചെയ്യുന്നതേ ഉള്ളൂ. ഇത് അത്യാവശ്യമൊന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മരത്തവി കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ തന്നെ നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഉഴുന്ന മാവിൽ നമ്മൾ ധാരാളമായിട്ട് എയർ കയറ്റി കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വട വറുത്തെടുക്കുമ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും. ഉഴുന്നുവടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും. ഞാൻ ഉഴുന്നുവട ഉണ്ടാക്കിയിട്ട് അതിൽ പകുതി വടയായിട്ട് തന്നെയാണ് എടുക്കുന്നത്, ബാക്കി പകുതിയാണ് തൈരുവടയാക്കുന്നത്. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇനി ഉഴുന്നുവട ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരല്പം വെള്ളം ഒരു പാത്രത്തിലെടുത്ത് വെക്കുക. നമ്മുടെ കൈ നനയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി കൈ നനച്ച് ഞാനിത് ഇടത് കയ്യിൽ കൂടി ഒന്ന് നനച്ചിട്ട് ഇതുപോലെ എടുക്കുകയാണ് ചെയ്യുന്നത്. അതല്ല വലത് കൈയിൽ തന്നെ ഉരുട്ടിയെടുക്കാം എന്നുള്ളവർക്ക് അങ്ങനെ തന്നെ ചെയ്യാം. എനിക്കിതാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ. ഇതുപോലെ ഒന്ന് പരത്തി നടുവിലൊരു ഹോളും കൊടുക്കാം. ഇനി ഡയറക്റ്റായിട്ട് എണ്ണയിലേക്ക് തന്നെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എൻ്റെ എണ്ണ നല്ലപോലെ ചൂടായി കിടക്കുകയാണ്. തീ ഒന്ന് കുറച്ച ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. നല്ല ചൂടായി കിടക്കുന്നതുകൊണ്ട് ഞാൻ ആദ്യത്തെ ട്രിപ്പിലൊരു 3 എണ്ണം മാത്രമാണ് ഇടുന്നത്. ഇത് പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് വരും. ഒരു സൈഡ് ആവുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാ സൈഡും ഒരുപോലെ മുരിയിച്ചെടുക്കുക. നമ്മുടെ ഉഴുന്നുവട റെഡി. ഇത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന ജോലിയേ ഉള്ളൂ. ഇനി ഈ കൂട്ടത്തിൽ തന്നെ നമ്മുടെ തൈര് വടയ്ക്ക് ആവശ്യമായ കുറച്ച് അരപ്പ് റെഡിയാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ ചിരവിയത് ഞാനൊരു മിക്സിയുടെ ബൗളിലിട്ട് വെച്ചിട്ടുണ്ട്. മിക്സിയുടെ ചെറിയ ബൗളിലേക്ക് എടുത്താൽ മതി. അതിലേക്ക് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി വേണ്ടത് 1 കഷ്ണം ഇഞ്ചി, അത്യാവശ്യം വലിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതുമൊന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. നമ്മളൊരു ചമ്മന്തിയൊക്കെ അരയ്ക്കുന്നത് പോലെ തന്നെ ഒരല്പം വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം. ഇപ്പം ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല, പിന്നീട് നമുക്കെല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കാം. നല്ലപോലെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിവിടെ റെഡി ആയിട്ടിരിക്കട്ടെ. ഇനി തൈരുവടയ്ക്ക് മെയിനായിട്ട് വേണ്ടത് തൈരാണല്ലോ. ഞാനൊരു 250 മില്ലി തൈരാണ് എടുത്തിരിക്കുന്നത്. ഇതൊരല്പം പുളി ഉള്ളതും പുളി ഇല്ലാത്തതും കൂടെ മിക്സ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. അതെങ്ങനെ വേണമെങ്കിലും എടുക്കാം. പുളി എത്രത്തോളം വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ചെറിയൊരു പുളി ഉള്ളത് നന്നായിരിക്കും തോന്നുന്നു. ഏതായാലും നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുക. നല്ല സ്മൂത്താക്കി വയ്ക്കുക. ഒരു സൈഡിൽ വട റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. 2 കപ്പ് മാവിൽ നിന്ന് എനിക്ക് 22 വടയാണ് കിട്ടിയിരിക്കുന്നത്. ഇതിലൊരു 15 എണ്ണം നമുക്ക് തൈരുവടയാക്കാം. അപ്പോൾ അതിനുള്ളത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തതായി ചെയ്യേണ്ടത് തൈരുവടയ്ക്ക് ആവശ്യമായ വടകൾ നല്ല സോഫ്റ്റ് ആക്കി എടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് സമയമൊന്നും ഇട്ട് വയ്ക്കേണ്ട, ഒരു 1-2 മിനിറ്റ് മാക്സിമം വെച്ചാൽ മതി. എല്ലാ വടയും ഈ ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് സോക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ആവശ്യം. അതിനുശേഷം നമുക്ക് ആ വെള്ളം പിഴിഞ്ഞ് കളയുകയും വേണം. എന്നിട്ട് വേണം അതിനകത്തേക്ക് തൈര് കയറ്റാനായിട്ട്. അപ്പോൾ എല്ലാം ഇട്ട് നല്ലപോലെ ഒന്ന് മുക്കിയിട്ട് എടുത്ത് മാറ്റാം.
ഈ ഒരു പ്രോസസ്സ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ തൈരുവട ഒട്ടും സോഫ്റ്റ് ആവില്ല. അതുകൊണ്ടാണ് മിക്ക ഹോട്ടലുകളിലും നമ്മൾ കഴിക്കുമ്പോൾ അതിന് ഒരു സ്വാദ് കിട്ടാത്തത്. ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ, വളരെ ഈസിയാണ്. ഇനി ഈ വടയെല്ലാം നമുക്ക് ചൂടുവെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. എന്നിട്ട് ഒന്ന് ചൂടാറിയ ശേഷം എക്സസ് ഉള്ള വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം തൈര് ചേർക്കാൻ. വടയൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമ്മൾ നേരത്തെ അരച്ചെടുത്ത തേങ്ങയുണ്ടല്ലോ, അതൊന്ന് വറുത്തെടുക്കണം. ശരിക്കും നമ്മൾ ചട്നിക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വട വറുത്ത അതേ എണ്ണ തന്നെയാണിത്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടട്ടെ. ഇനി 1 ടീസ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കാം, നല്ല ജീരകം. ഈ ഒരു ജീരകത്തിൻ്റെ ഫ്ലേവർ നമ്മുടെ തൈരുവടയ്ക്ക് വളരെ നന്നായിരിക്കും. ഒരല്പം ഉഴുന്ന് പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇത്രയും ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് നമ്മുടെ തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. തീ നല്ലപോലെ കുറച്ച് വയ്ക്കുക. തേങ്ങയുടെ അരപ്പ് ഒരല്പം കൂടെ വെള്ളം ചേർത്ത് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരുപാട് വെള്ളം കൂടണ്ട, ഒരല്പം ലൂസായ ഒരു ചട്നിയുടെ പാകം. തേങ്ങയെല്ലാം നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ. അതിൻ്റെ ആ പച്ച സ്വാദൊക്കെ ഒന്ന് മാറിയിട്ട് വേണം നമുക്കിത് തൈരിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഞാനിതിപ്പോൾ തൈരിലേക്ക് ചേർക്കുകയാണ്. നമ്മളിത് തൈര് ചേർത്ത് കഴിഞ്ഞാൽ അങ്ങനെ തേങ്ങ ചേർത്താണെന്നൊന്നും പ്രത്യേകിച്ച് അറിയുമൊന്നുമില്ല. എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു തൈരും തേങ്ങയും എല്ലാം കൂടെ ചേർന്ന് കൂട്ടിന് നല്ല ടേസ്റ്റാണ്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇതുവരെ നമ്മൾ ഈ തൈരിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരല്പം കട്ടി കൂടുതൽ തന്നെയാണ്. അപ്പോൾ ആവശ്യത്തിന് പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ലൈറ്റാക്കി എടുക്കാം. വല്ലാതെ ലൂസാവണ്ട, എന്നാലും ഒരല്പം കൂടി ലൂസാക്കാം. കുറച്ചുകൂടെ പാൽ ഞാൻ ചേർത്തിട്ടുണ്ട്. 1/4 കപ്പ് പാൽ അത്രയും മൊത്തം ചേർത്തിട്ടുള്ളൂ. ഇപ്പോൾ നല്ല കറക്റ്റ് ആയിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ വടയൊക്കെ ചൂടാറിയിരിക്കുകയാണ്. ഓരോ വടയും ഇതുപോലെ എടുത്തിട്ട് എക്സസ് ഉള്ള വെള്ളം ഒന്ന് കളഞ്ഞെടുക്കുക. അതിനുശേഷം വേണം നമുക്ക് തൈര് വട സെറ്റ് ചെയ്യാൻ. എല്ലാ വടയും വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്യാനുള്ള പ്ലേറ്റിലേക്ക് ആദ്യം വട നിരത്തി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തൈരും തേങ്ങയും എല്ലാം ചേർന്ന ആ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. തൈരുവട ഇതുപോലെ റൂം ടെമ്പറേച്ചറിൽ കഴിക്കാനും ടേസ്റ്റാണ്. അല്ലെങ്കിൽ ഒരല്പനേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. ആവശ്യം പോലെ തൈരിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ വടയിലേക്ക് നല്ല പോലെ ഇതൊക്കെ പിടിച്ചോളും. കാരണം വട നമ്മൾ അത്രയും സോഫ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഫൈനൽ ഡെക്കറേഷൻ വേണമെങ്കിൽ ഒരല്പം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഭംഗിയും കളറും ഒക്കെ കിട്ടുകയും ചെയ്യും. എല്ലാവർക്കും കഴിക്കാനൊരു താല്പര്യം തോന്നുകയും ചെയ്യും. തൈരുവട ഇഷ്ടമില്ലാത്തവർ ഇതൊന്ന് കഴിച്ചു നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. എന്തായാലും ഒന്നുണ്ടാക്കി നോക്കൂ. എന്നിട്ട് ഫീഡ്ബാക്കും പറയുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.